ഹലോ നമസ്കാരം. ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ. ഈ മറയ്ക്കപ്പെട്ട മൂലികളെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഈ മറയ്ക്കപ്പെട്ട മൂലികകൾ, അതായത് കൂടുതൽ ആളുകളിലേക്ക് വെളിപ്പെടുത്താത്ത, അതായത് അങ്ങനെയുള്ള കുറെ ഔഷധ സസ്യങ്ങൾ അവരവരുടെ രഹസ്യ യോഗങ്ങളായി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സിദ്ധന്മാർ. അത് എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കുകയോ മറ്റ് ആളുകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് അവരുടേതായിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ശിഷ്യൻ ആരാന്നോ ആ ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ചില മരുന്നുകളെയാണ് ഞാൻ ഇന്ന് ലോക നന്മയ്ക്കായി നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. അതായത് ഭോഗർ സിദ്ധർ, അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിരുന്ന പുലിപ്പാണി സിദ്ധർക്ക് ഒരുപാട് മറയ്ക്കപ്പെട്ട മൂലികകളെ, മറയ്ക്കപ്പെട്ട മരുന്നുകളെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അപൂർവങ്ങളായിട്ടുള്ളതും എളുപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതുമായ, വളരെ സുലഭമായി കിട്ടുന്ന ചില ഒറ്റ മരുന്നുകളെയും കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളെ മാത്രമാണ്, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ചില മരുന്നുകളെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഞാൻ പച്ചമരുന്നുകളെ കുറിച്ച് പറഞ്ഞല്ലോ. പച്ചമരുന്നുകൾക്കെല്ലാം വിഷമുണ്ട്. അത് ശുദ്ധീകരണ ക്രിയകൾ ചെയ്തതിന് മാത്രമേ ഉള്ളിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ആയുർവേദത്തിലുള്ള അങ്ങാടി മരുന്നുകളും അതിന് ശുദ്ധികൾ, ഒരുപാട് മരുന്നുകൾക്കുണ്ട്. അതിന്റെ യഥാർത്ഥ ശുദ്ധി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ആ മരുന്ന് ഉള്ളിൽ കഴിച്ചാൽ മരണം വരെ സംഭവിക്കും. അത് ഞാൻ നേരത്തെ എൻ്റെ മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന കൈകാലുകളിൽ ഉണ്ടാകുന്ന ആഴമേറിയ വ്രണങ്ങൾ, അതായത് ഒരു കാരണവശാലും കരിയാതിരിക്കുന്ന വ്രണങ്ങൾക്ക് മരമഞ്ഞൾ തൊലി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. മരമഞ്ഞൾ തൊലി എന്ന് പറയുന്ന ഒരു വസ്തു, അതായത് മരമഞ്ഞൾ എന്ന് പറഞ്ഞാലും മതി. അത് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് കുതിർത്ത് അമ്മിക്കല്ലിൽ വെച്ച് നന്നായി അരച്ച് കുറച്ച് വെളിച്ചെണ്ണയും, അതിന്റെ അളവ് കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക, കുറച്ചുണ്ടാക്കുന്നെങ്കിൽ കുറച്ചുണ്ടാക്കുക. അതിന്റെ അളവനുസരിച്ച് കുറച്ച് എണ്ണയിൽ ഈ അരച്ചെടുത്ത മരുന്നിനെ ഇട്ട് കാച്ചി നന്നായിട്ട് മൂത്ത്, അതായത് മണൽത്തരിപ്പാകം എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് ആ തരി എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി നോക്കിയാൽ മണൽത്തരി പോലെ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും. ആ മണൽത്തരി പാകത്തിന് നനവില്ലാത്ത ഒരു പാത്രത്തിൽ അരിച്ച് അതിനെ സൂക്ഷിച്ചു വെച്ചിരുന്ന് കൈകാലുകൾ ആഴത്തിലുണ്ടാകുന്ന വ്രണങ്ങളെ, വെരിക്കോസ് വ്രണങ്ങളെ, ഡയബറ്റീസ് മുഖാന്തരം കാലിലുണ്ടാകുന്ന ന്യൂറോപ്പതി സംബന്ധിച്ച് വരുന്ന വ്രണങ്ങളെ എന്നീ വ്രണങ്ങൾക്കും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെ, കൈകാലുകളിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളിലെ ഇങ്ങനെയുള്ള പാടുകളിൽ ഈ എണ്ണ തുടരെ ഉപയോഗിച്ചു കൊടുത്താൽ വളരെയേറെ ഫലം കിട്ടുന്നതാണ്. വളരെ കുറച്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമ്മളുടെ കൈകാലുകളിൽ ഉണ്ടായിരിക്കുന്ന വളരെ ആഴത്തിലിരിക്കുന്ന മുറിവുകൾ വ്രണം കരിഞ്ഞു വരുന്നതും വ്രണം കരിഞ്ഞു വന്ന് നികരുന്നതാണ്. അതേപോലെ തന്നെ കുറച്ചുനാൾ അടുപ്പിച്ച് നമ്മൾ മുഖത്ത് ഇത് പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ മുഖത്തിന് നല്ല തേജസ് ഉണ്ടാകുന്നതും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുന്നതുമായ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ഒറ്റമൂലിയാണ് ഞാനിപ്പോൾ ലോക നന്മയ്ക്കായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് വളരെ ലളിതമാണ്. ഏത് അങ്ങാടിക്കടയിൽ ചോദിച്ചാലും മരമഞ്ഞൾ തൊലി കാണും. മരമഞ്ഞൾ തൊലി ഇല്ലാത്ത ഒരു അങ്ങാടിക്കടയും കാണില്ല. എവിടെ ചോദിച്ചാലും നമുക്കത് കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന്, ഇത് ഒരുപാട് മരുന്നുകളൊന്നുമില്ല, വെറും ഒറ്റമൂലി മരുന്നുകളാണ്. അതേപോലെ മരമഞ്ഞൾ തൊലിയിൽ ഒരു വലിയ ഉപയോഗം വേറെയുണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. വീണ്ടും ഞാൻ ഒരു വീഡിയോയുമായി വരുന്നിടം വരെ